ഈ മലയാള സിനിമയിൽ വളരെ കഴിവുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ താങ്കൾ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ കാലാന്തരത്തിലേക്ക് നോക്കുമ്പോൾ താങ്കൾ അതിനനുസരിച്ച് താങ്കൾക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ പലപ്പോഴും ഈ ഒരു ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നൊരു മറുപടി, കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടുംപുറത്ത് ജനിച്ചു വളർന്ന ഞാൻ ഒരിക്കലും സിനിമ എന്ന് പറയുന്നതൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. കാര്യം ഒരു ഇടത്തരം ഒരു കുടുംബം, അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ഉദ്യോഗസ്ഥൻ, അമ്മ ഹൗസ് വൈഫ്, 2 സഹോദരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു നാട്ടുംപുറത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുകയും അപ്പോൾ സിനിമയൊക്കെ നമ്മളിങ്ങനെ എത്രയോ അകലെയുള്ള ഒരു വലിയ ഒരു വേറൊരു സ്വപ്ന ലോകം പോലെ ഇങ്ങനെ മാറി നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സിനിമയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാനൊക്കെ. ആ സിനിമയിൽ എന്നെപ്പോലെ ഒരാൾ കടന്നു വരികയും അപ്പോൾ ആലോചിക്കണം, ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ വലിയ വലിയ പ്രതിഭകൾ, എന്നെക്കാളൊക്കെ എത്രയോ മിടുക്കന്മാർ, എത്രയോ സൗന്ദര്യമുള്ളവർ, എത്രയോ സുന്ദരന്മാർ, കഴിവുള്ളവർ, പ്രതിഭകൾ. അവർക്കൊന്നും ഒരു അവസരം, ഇപ്പം നാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ മഹാനടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്കൊന്നും കിട്ടാത്ത ഒരു അവസരം എനിക്ക് സിനിമയിൽ തുറന്നു കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും ഒരു പരാതിയോ പരിഭവത്തിനോ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇത് കഴിഞ്ഞ ഒരു ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സംതൃപ്തിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നിറഞ്ഞ സന്തോഷമാണ്. കാര്യം അത് ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിക്കാത്തതിലൊക്കെ എത്രയോ എത്രയോ അപ്പുറമാണ് ദൈവം എനിക്ക് അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തോട് അത്രയും നന്ദി പറയുന്നതെന്നല്ലാതെ ഒരു ശതമാനം പോലും അതിനകത്ത് എനിക്ക് അർഹിക്കുന്നതിൽ അവസരങ്ങൾ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് പരിഭവിക്കാൻ ഞാനില്ല. കാര്യം അർഹിച്ചതിലും അപ്പുറം ദൈവം എനിക്ക് തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, താങ്കൾക്ക് അതിൽ നിരാശയില്ലെങ്കിലും താങ്കളുടെ സിനിമ ഇഷ്ടപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് താങ്കൾക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ കിട്ടിയില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടായിരിക്കും താങ്കൾക്ക് അവസരം കിട്ടാൻ അത്രയും കിട്ടാതിരുന്നതെന്ന് താങ്കൾ കരുതുന്ന കാരണം എന്താണ്? അല്ല, ഞാൻ ഒന്ന് ഇതിനകത്ത് പറയാനുള്ളത്, ഒരവസരത്തിന് വേണ്ടി ഞാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. എനിക്ക് ആദ്യത്തെ ഈ ഒരു സഖാവ് എന്ന സിനിമയിൽ കിട്ടുന്നത് പോലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രവിചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നു, അത് എന്നെ തേടി ഇങ്ങനെ വന്നതാണ്. ലംബോയിലേക്ക് വരുമ്പോഴും അതും ഇതൊരു സ്കൂൾ ഡ്രാമയിലുണ്ട്, കുറച്ച് പേരുടെ സഹായത്താൽ അതും അങ്ങനെ വന്നു. ഇതിനൊന്നും ഞാൻ അങ്ങോട്ട് ശ്രമിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. സിനിമയിൽ ഒരവസരം പോലും ഞാൻ ശ്രമിച്ചിട്ട് എൻ്റെ ഒരു വലിയൊരു ഭാഗീരഥ പ്രയത്നം കൊണ്ടിട്ട് സിനിമയിൽ വന്ന ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തും ഇതൊന്നും ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതല്ല, പിന്നീട് അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പോയതുമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവനിശ്ചയപ്രകാരം ഇങ്ങനെ, ഞാനൊരു വലിയൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ദൈവനിശ്ചയപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവസരങ്ങളിടയ്ക്ക് ഇങ്ങനെ ഇല്ലാതിരുന്നതും അതും ദൈവനിശ്ചയമായിരിക്കാം ഇങ്ങനെ വന്നത്. കാര്യം ഇതിനൊന്നും ഞാനൊരിക്കലും ബോധപൂർവ്വം ശ്രമിച്ചിട്ട് കിട്ടിയതൊന്നുമല്ല ഇത്. ഈ അവസരങ്ങൾ കിട്ടാൻ നടൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ സിനിമയിലല്ല, നമ്മൾ ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക ഒരു ഘടകമാണ്. ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ ചെയ്ത്, എന്നെ വെച്ച് എത്രയോ സിനിമകൾ ചെയ്ത്, അവരായിട്ട് പോലും നമ്മളൊരു നിരന്തരം ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും അവരെ പോയി നേരിട്ട് കാണുക, അങ്ങനെയൊന്നും ഇതെല്ലാം മനസ്സിലാ ഒരു വലിയ സൗഹൃദം അവരോടെല്ലാം എനിക്കുണ്ട്. അവരോടെല്ലാം നന്ദിയും കടപ്പാടും എല്ലാം മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ അവരോട് നിരന്തരം അവരെ കോൺടാക്ട് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന സാധ്യതകളൊക്കെ അയാൾക്കുണ്ട്, ഇന്ന കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ നമ്മുടേതായ ഒരു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു വിശ്വാസം. ഇനി എപ്പോഴും ഞാനിത് എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളിപ്പോൾ ഒരു കട തുറന്ന് വെച്ചിട്ട് ഒരു ഉൽപ്പന്നം നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ ഇങ്ങനെ നിരന്തരം പറയുകയും അതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതില്ല. നമ്മളിങ്ങനെ ഒരു ഉൽപ്പന്നം ഇവിടെ ഉണ്ട്, അതിന് ആവശ്യമുള്ളവർ വേണമെങ്കിൽ എടുക്കാം. നടനൊരു ഉൽപ്പന്നമാണല്ലോ, തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടെന്നുള്ളത് പലർക്കൊക്കെ അറിയാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ സന്തോഷം.